പിതാവ് പറഞ്ഞതുപോലെ ഒരു രൂപതയുടെ ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനം. കാരണം വളർന്നു വരുന്ന തലമുറയെ കൃത്യമായിട്ടും ഒരു വിശ്വാസത്തിൽ വളർത്തിയെങ്കിൽ മാത്രമേ രൂപതയ്ക്ക് അല്ലെങ്കിൽ ഇടവകയ്ക്ക് നിലനിൽപ്പുള്ളൂ. കാനഡയുടെ ഒരു സാഹചര്യം നമുക്കറിയാം. ഭാഷാപരമായിട്ടുള്ള പല പ്രതിസന്ധികൾ, സാംസ്കാരികമായിട്ടുള്ള പല പ്രതിസന്ധികൾ, കാനഡയുടെ പലപ്പോഴും നിലവിലുള്ളൊരു ലിബറൽ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ചിന്താഗതികൾ, അതിൻ്റെയൊക്കെ ഒരു മധ്യത്തിൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് നൽകുന്ന ഒരു വിശ്വാസ പരിശീലന കാര്യത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ രൂപത നേരിടുന്നുണ്ട്? ആദ്യമേ തന്നെ മാർപ്പാപ്പ എനിക്ക് തന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലെ ഡിക്രി ഓഫ് ദി എറക്ഷൻ ഓഫ് ദി എക്സാർക്കേറ്റ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട്, സംരക്ഷിക്കുക, വളർത്തുക. ഇത് ഡേ 1 മുതൽ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഇത് ഈ കാറ്റഗറീസോട് വളരെ ബന്ധപ്പെട്ടാണ്. അത് ഫാമിലി കാറ്റഗറീസും ആയാലും ചിൽഡ്രൻസ് കാറ്റഗറീസും ആയാലും വളരെ ബന്ധപ്പെട്ടാണ്. ടു പ്രൊട്ടക്ട് ദെയർ ഫെയ്ത്ത്, പ്രൊട്ടക്ട് ദെയർ സ്പിരിച്വൽ റിച്ചസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കാരണം അത് നശിപ്പിക്കുന്ന ഒത്തിരി അന്ധകാര ശക്തികൾ അവിടെ ഉണ്ട്. തിന്മയുടെ ഒത്തിരി കടന്നുകയറ്റമുണ്ട്. സെക്കുലറിസം കണ്ടമാനം വന്നിട്ടുണ്ട്. മൾട്ടി കൾച്ചറലിസം എന്ന ഓമന പേരിൽ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു നീക്കുന്ന ഒത്തിരി സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ, രീതികൾ ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ LGBT, സെയിം സെക്സ് മാരേജ്, ജെൻഡർ ചേഞ്ച്, അതങ്ങനെ വലിയൊരു നിര. അബോർഷൻ, ഡ്രഗ്സ് അബ്യൂസ്, അത് മറ്റൊരു തരമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും കുടുംബത്തെയും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായവ്യത്യാസം എല്ലാവരെയും നശിപ്പിക്കുന്ന ഒത്തിരി തിന്മയുടെ ശക്തികളുണ്ട്. അപ്പോൾ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ടു പ്രൊട്ടക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതിന് ഏജ് അപ്രോപ്രിയേറ്റ് കാറ്റഗറീസ് കൊടുക്കണം. കുട്ടികളുടെ ആണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച്, യുവജനങ്ങളാണെങ്കിൽ അവരുടെ സ്ഥിതിക്കനുസരിച്ച്, മുതിർന്നവരാണെങ്കിൽ ഫാമിലി ആണെങ്കിൽ അതിനനുസരിച്ച്, അവരുടെ പ്രൊഫഷൻ അനുസരിച്ച്, ഏജ് അനുസരിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒക്കെ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ആരംഭത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കുട്ടികളുടെ വിശ്വാസ പരിശീലനം. അത് നമ്മൾ പേരൻസിന് വലിയൊരു അട്രാക്ഷനാണ്. എല്ലാ ഞായറാഴ്ചയും ഒരുപക്ഷെ പള്ളിയിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്ത് ചിലർക്കും ഒരുപക്ഷെ റെഗുലറായിട്ട് വരാൻ പറ്റാത്തൊരു ഒത്തിരി ഉണ്ട്. ചിലർക്ക് ജോലി സംബന്ധ കാരണത്താലും അല്ലെങ്കിൽ ദൂരത്തിൻ്റെ പ്രശ്നത്താലും ഒക്കെ. പക്ഷേ സെപ്റ്റംബർ ടു ജൂൺ ഞങ്ങളുടെ കാറ്റഗറിസം പീരീഡാണ്. എവരിബഡി വിൽ ബി ദെയർ ഇൻ ദ ലോ അവർ ചർച്ച് വിത്ത് ദെയർ ചിൽഡ്രൻ. കുടുംബമായിട്ട് എല്ലാ മക്കളെയും അവരെ കൊണ്ടുവന്ന് കാറ്റഗറിസമൊക്കെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കാറ്റഗറിസം, കുട്ടികൾക്ക് വേറെ മാസം ഉണ്ടായിരിക്കും, സ്പെഷ്യൽ മാസം ചില വലിയ പള്ളികൾക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരു സമയമാകും. ഏകദേശം ആ ഒരു ദിവസത്തിൻ്റെ പകുതി എങ്കിലും, ഹാഫ് ഡേ എങ്കിലും അവരുടെ ഈ വിശുദ്ധ കുർബാനയ്ക്കും ഒരു വിശ്വാസ പരിശീലനത്തിനോട് പറ്റിയിരിക്കുന്നു. എല്ലാവരും സജീവമായിട്ട് സംബന്ധിക്കുന്നുണ്ട്. സജീവമായിട്ട് എക്സെപ്ഷൻസ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷെ മജോറിറ്റി, ഗുഡ് മെനി ആർ പാർട്ടിസിപ്പേറ്റിംഗ്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പോൾ അത് തന്നെ അഡൽട്സ് കാറ്റഗറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, ഫാമിലി കാറ്റഗറിസത്തിൻ്റെ പ്രധാന മേഖലയാണ് നമ്മളുടെ കുടുംബ കൂട്ടായ്മ, അല്ലെങ്കിൽ ഫാമിലി യൂണിറ്റ് എന്ന് അവിടെ പറയും. അത് മാസത്തിലൊരിക്കലുണ്ട്. ഇടവുകളൊക്കെ ഒരു 25-30 തുടങ്ങിയ വീടുകളായിട്ട് കൊച്ചു കൊച്ചു ഇവിടെയൊക്കെ ഉള്ളതുപോലെ തിരിച്ചിട്ടുണ്ട്. ഒരുവിധം സജീവമായിട്ട് ഇവിടുത്തെ സംവിധാനമുള്ള പോലെ തന്നെ ഭവനങ്ങളിൽ തന്നെയാണ് മീറ്റിംഗ്സ്. അതെ. അതൊക്കെ മറ്റൊരു കേരളത്തിലാണോ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കൂട്ടായ്മ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് താഴെ ഇംഗ്ലീഷിൽ അവരുടേതായ വിധത്തിലുള്ള ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടായിരിക്കും. ഞങ്ങൾക്കൊരു ഫാമിലി ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാമിലി കുടുംബം അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എലമെൻറ്റ്സ് പ്രധാനമായിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രെയർ, സെക്കൻഡ് വൺ സ്റ്റഡി, തേർഡ് വൺ സോഷ്യലൈസേഷൻ. 1 മണിക്കൂറാണ് സാധാരണഗതി നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ആ ലിറ്റററി സീസൺ അനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മളതിന് ഒരു ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10ാം വർഷം അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ സഭാസംബന്ധമായ പഠനങ്ങളെ, ആ കാലിക വിഷയങ്ങൾ നമ്മൾ പഠനത്തിന് വേണ്ടി കൊണ്ടുവരും. ഫ്രാൻസിസ് പാപ്പ ഒത്തിരി പഠിക്കാൻ തരുന്നുണ്ട്.
പിന്നെ രൂപതലത്തിലും സഭാതലത്തിലും ഒക്കെ ഉള്ള വിഷയങ്ങൾ നമ്മൾ പഠന വിഷയമാക്കും. ഇത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓർക്കുന്നത്, ഇപ്പോൾ കുർബാനയെക്കുറിച്ച് ഒത്തിരിയേറെ വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഒത്തിരി സ്കാൻഡൽ തന്നെയുണ്ട്. പക്ഷേ അതിലൂടെ കർത്താവ് വലിയൊരു കൃപയുടെ താര തുറന്നിരിക്കും. ഞാൻ പറയട്ടെ, ഒത്തിരി സ്റ്റഡീസ് കുർബാനയെക്കുറിച്ച് നടക്കും. പീപ്പിൾ ആർ ഈഗർലി ടേസ്റ്റിംഗ് ടു സ്റ്റഡി ഹോളി കുർബാന, ദി മിസ്റ്ററി ഹോളി കുർബാന. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ യൂക്രിസ്ത്യ എന്ന് പറഞ്ഞ ആ വിശുദ്ധ കുർബാനയിലൂടെ സഭയെ പണിതുയർത്തി എന്ന ഒരു ചക്രീയ ലേഖനമുണ്ട്. 3 എലമെൻസ് പറഞ്ഞിരുന്നത്: ദി മിസ്റ്ററി, ബിലീവ് ദ മിസ്റ്ററി, സെലിബ്രേറ്റ് ദ മിസ്റ്ററി ആൻഡ് ലീവ് ദ മിസ്റ്ററി. അത് ബിലീവിനെ പഠിക്കണം. ആ പഠിച്ച് മനസ്സിലാക്കിയാലേ അത് പിന്നീട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും വിശുദ്ധ കുർബാനയിലൂടെ. എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 മേഖലകളൊക്കെ ഒരു പരിധിയൊക്കെ അങ്ങനെ ബന്ധിപ്പിച്ച് മുന്നോട്ട് ഒന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ വിളിച്ചത് എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ആ ലൈനിലൊക്കെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ, നമുക്കറിയാം ഇപ്പോൾ കേരള അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കാനഡയിലേക്ക് പറിച്ച് നടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. +2 കഴിഞ്ഞിട്ട് ചെറുപ്രായത്തിൽ പോലും കുട്ടികൾ അവിടേക്ക് വരുന്നു. അപ്പോൾ അവരവിടെ എത്തുമ്പോൾ ഒരു കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നം, ഓൾറെഡി കുടുംബവുമായിട്ടുള്ളൊരു കണക്ടിവിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇടവകയുമായിട്ടുള്ള കണക്ടിവിറ്റി, രൂപതയുമായിട്ടുള്ള കണക്ടിവിറ്റി, ഒരു പാസ്റ്ററൽ കെയറുമായി ബന്ധപ്പെട്ട ഒരു കണക്ടിവിറ്റി, അത് വലിയൊരു ചലഞ്ച് തന്നെയല്ലേ? അവരെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം ജിയോഗ്രഫിക്കലി വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്, അവരെവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. അതൊരു വലിയൊരു പ്രതിസന്ധി. ജോർജ് തന്നെ വാക്കുപയോഗിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വാക്കാണ് കണക്ടിവിറ്റി. കാനഡയിലേക്ക് പറിച്ചു നടപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് പലപ്പോഴും കൈമോശം വരുന്ന ഒരു കാര്യമാണ് കണക്ടിവിറ്റി തന്നെ. അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് ഡിസ്കണക്ഷൻ. ദേ മിസ് ദർ കണക്ഷൻ വിത്ത് ദർ പാരൻസ്, their siblings, the society here. അതോടൊപ്പം തന്നെ അവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ കണക്ടിവിറ്റിയുടെ കുറവ്, തമ്പുരാനോട് കണക്ടിവിറ്റി വിത്ത് ഗോഡ്, അവിടെ മാന്യം സംഭവിക്കുന്നു. കണക്ടിവിറ്റി their own family and siblings here in India, Kerala somewhere. Then connectivity the church, connectivity the society. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന യുവ സുഹൃത്തുക്കളെ പ്രോപ്പർ കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടു മെയിൻറ്റെയിൻ ദി കണക്ടിവിറ്റി വിത്ത് ഗോഡ്, വിത്ത് ദെയർ ഓൺ ഫാമിലി, വിത്ത് ദ ചർച്ച് ആൻഡ് സൊസൈറ്റി. അത് വലിയ നമ്പർ വരുന്നത് കൊണ്ട് ഒരു ഹെർക്കുലിൻ ടാസ്ക് ആണ്. പക്ഷേ അത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കേരള സഭയും, അതാണ് മാതൃസഭ എന്ന് പറയുന്നത്, ഇവിടെ നിന്നാണ് മക്കൾ പോരുന്നത്. ഇവിടെ നിന്ന് അവരെ ശരിക്കും ഒരുക്കി വിടും. ഏത് രാജ്യത്തേക്കാണോ വരുന്നത് അവിടെയുള്ള രൂപതയുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് എയർപോർട്ട് മുതൽ അവർക്ക് പാസ്റ്റർ കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സിനഡിൽ പല പ്രാവശ്യം ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ പല രൂപതകളിലും ഇന്ന് പ്രവാസി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോരുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റ അവരെത്തിപ്പെടുന്ന രൂപതകൾ, അത് ഞങ്ങൾ ഇവിടുന്ന് സെൻഡിങ് ചർച്ച്, അത് റിസീവിങ് ചർച്ചിലേക്ക് തരുന്നു. ഞങ്ങൾ അതനുസരിച്ച് അവരെ ബന്ധപ്പെട്ട ഇടവുകളിൽ ചേർത്ത് അവർക്ക് അവിടുന്ന് ആരംഭം മുതലേ അവരെ നമ്മൾ അവിടുത്തെ ഒരു അംഗമാക്കി കയറ്റുന്നു. അവിടെ നമ്മൾ വലിയൊരു പരിപാലനം കാണേണ്ടത്, ഈ മക്കളൊക്കെ വരുന്നതിന് മുമ്പ് സഭ അവിടെ എത്തി, സഭ സംവിധാനം എത്തി. ഞാൻ 2013 കാനഡയിൽ എത്തിയെന്ന് പറയുന്നത്. അന്ന് ഇൻ്റർനാഷണൽ കാറ്റഗറി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി അവിടെ ഇല്ല. 2015 എക്സാർക്കേറ്റായി, അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവിടെ ഇല്ല. 2018 അത് എപ്പാർക്കിയായി, രൂപതയായി ഉയർത്തപ്പെട്ടു. ദൈവകൃപയാൽ 3 വർഷം കൊണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ നല്ലൊരു ഭാഗമായി മാറി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. 16, 17 2 വർഷങ്ങൾ ഭയങ്കര ഫ്ലോ ആയിരുന്നു. കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണല്ലോ വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് 10,000+ സീറോ മലബാർ അംഗങ്ങളോട് അവരെ റീച്ച് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഇവിടുന്ന് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അവിടുത്തെ റിസീവിങ് ചർച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരംഭം മുതലേ, ഇപ്പോൾ ആദ്യം നമ്മൾ സൂചിച്ച ഡിസ്കണക്ടിവിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഇനിയും അനവധി പേര് കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. കുടുംബങ്ങളുണ്ട്, യുവജനങ്ങളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവരോട് പിതാവിന് പറയാനുള്ള വാക്കുകൾ എന്തൊക്കെ? ആദ്യമേ എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻറ്റ് വിസയിൽ ഇനി തൽക്കാലത്തേക്ക് കുറേ വർഷങ്ങളിലേക്കെങ്കിലും വരാതിരിക്കുക കാനഡയിലേക്ക്. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പറയുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ വരാതിരിക്കുക. കാരണം അവിടെ ഇമിഗ്രേഷൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. ഒരു സയൻറ്റിഫിക്കലി ഓർ സിസ്റ്റമാറ്റിക്കലി ഡെവലപ്ഡ് ഇമിഗ്രേഷൻ പോളിസി ഇല്ല എന്ന് കനേഡിയൻ ഗവൺമെൻറ് മനസ്സിലാക്കി കഴിഞ്ഞു. എക്സിസ്റ്റിംഗ് ഇമിഗ്രേഷൻ പോളിസി ഒത്തിരി വീഴ്ച ഉണ്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ഈ വരുന്നവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ആയിട്ടില്ല. ഞാൻ ഈ പറയുന്ന വിശദമായിട്ട് പറയുകയാണിത്. ആരെങ്കിലും ഉടനടി സ്റ്റുഡൻറ്റ് വിസ ഇരിക്കുന്നുണ്ടെങ്കിൽ വരാതിരിക്കുക, അവർക്കൊന്നും പ്രചോദനം ആകട്ടെ എന്നോർത്ത് പറയുന്നത്. അവർക്ക് അതൊന്നും മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടും ഇവിടുന്ന് പ്രോമിസ് ചെയ്യുന്ന പല കോഴ്സുകളും അവിടെ ഈ മക്കൾക്ക് ഇന്ന് അവൈലബിൾ അല്ല. ഒത്തിരി പേര് തട്ടിപ്പിനിരയാകുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ദർ ഇസ് നോ പാർട്ട് ടൈം ജോബ്. 3, ഈ റീസെൻ്റ്ലി അവരുടെ ഫീസ് അവിടെ ലോക്കൽ ഫീസ് കണ്ടുമാനം വർദ്ധിപ്പിച്ചു. 4, ഇവർക്ക് അക്കോമഡേഷൻ ഇല്ല. കിട്ടുന്ന ജോലി ചെയ്ത് രാത്രി 2 മണിക്കൂറോ 3 മണിക്കൂറോ എങ്കിലും ഉറങ്ങാൻ കിട്ടിയാൽ ഒന്ന് തല ചായ്ക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ ഫസ്റ്റ് വേൾഡിൽ പല മക്കളും അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. തീർന്നില്ല, വയറ് നിറയെ ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാത്ത കുടുംബങ്ങളുണ്ടാവും. കാരണം ഫുഡ് ബാങ്ക് എന്നിവർക്ക് തമ്മിൽ ക്ലോസ്ഡാണ്. ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് ഗവൺമെൻറ് ഫ്രീ ഫുഡ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, നോൺ കുക്ക്ഡ് ഐറ്റംസ് ഉണ്ട്, അത് പോയി അവർക്ക് ഇഷ്ടം പോലെ എടുക്കാമായിരുന്നു. എന്നിട്ട് അവർക്ക് സൗകര്യം പോലെ അത് പോലെ പാകപ്പെടുത്താമായിരുന്നു. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ കയ്യിലിരിപ്പോൾ അവിടെ അംഗസംഖ്യ കൂടിയത് കൊണ്ട് എന്തോ ആ ഫുഡ് ബാങ്ക് ക്ലോസ് ചെയ്തു. അപ്പം അങ്ങനെ സാധനങ്ങൾ കിട്ടാൻ മാർഗമില്ല. തീർന്നില്ല, സ്റ്റുഡൻറ്റ് വിസയും PR തമ്മിൽ ഡിസ്കണക്റ്റഡ് ചെയ്തു. ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ സ്റ്റഡി പീരീഡ് കഴിഞ്ഞാൽ ഹി ഹാസ് ടു ഗോ ബാക്ക്. വർക്ക് പെർമിറ്റ് കിട്ടണമെന്നോ PR ഇവിടുന്നൊന്നും നിർബന്ധമില്ല. നേരത്തേക്ക് ഉണ്ടായിരുന്നു, ഒരു 2 കൊല്ലം മുമ്പ് വരെ സ്റ്റുഡൻറ്റ് വിസ ഇപ്പോൾ 2 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ് ഒരു കുട്ടി എടുത്തിരിക്കുന്നതെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ അതിന് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റഡി പീരീഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം വർക്ക് കിട്ടും. ഈ സ്റ്റേ ബാക്ക് പീരീഡിൽ 3 വർഷത്തേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ഈ സമയം കൊണ്ട് അവൻ്റെ 15, 20, 25 ലക്ഷം ലോണൊക്കെ കിട്ടിപ്പോകും. ഈ 3 വർഷം കഴിയുമ്പോഴത്തേക്കും നോർമലി അവർക്ക് PR പോയിന്റുകളെല്ലാം അടുക്കും. അതായിരുന്നു ഇവിടുത്തെ കാനഡയിലേക്ക് യുവജനങ്ങളെ ആകർഷിച്ചത് ഏറ്റവും വലിയ അട്രാക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി, വർക്ക്, ദെൻ PR, ദെൻ ഫുൾ ടൈം കനേഡിയൻ ലൈഫ്, സക്സസ്ഫുൾ ലൈഫ്. ഇതൊക്കെ ആയിരുന്നു സ്വപ്നങ്ങൾ. കഴിഞ്ഞ 2 വർഷമായിട്ട്, അതിന് മുമ്പിലത്തെ കാര്യം ഒരു പരിധിവരെയൊക്കെ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാം താളം തെറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് വെയിറ്റ്. എന്നാൽ PR വരാൻ പറ്റുമോ? ഓക്കെ, ട്രൈ. PR മീൻസ് യു ആർ കമ്മിങ് ഇൻ യുവർ ഓൺ പ്രൊഫഷൻ. ആ പ്രൊഫഷൻ വിസയിലാണ് വരുന്നത്. യുവർ ജോബ് ഈസ് ഗ്യാരണ്ടീഡ് ദർ. അങ്ങനെ ഗ്യാരണ്ടി ആയിട്ടുള്ള ആ ജോബിലേക്ക് നേരെ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ വർക്ക് പെർമിറ്റ്, അതായത് പിന്നെ അവിടെ വന്ന മറ്റുള്ള ഫോർമാലിറ്റീസൊക്കെ വളരെ മിനിമം. ഈ കുട്ടികൾക്ക് പറ്റുന്ന വിധത്തിൽ പല പിറ്റ്ഫോൾ, ചതിക്കുഴികളുണ്ട്. അതും വരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. മറ്റൊരു ഒത്തിരി ചതിക്കുഴി വീഴുന്നുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പിതാവ് അതിനോട് ചേർത്ത് വായിക്കേണ്ടതല്ലേ, പലരും ചിലരെങ്കിലും അവർ നേരിടേണ്ടി വരുന്ന ധാർമ്മികവും ആത്മീയമായിട്ടുള്ള ചില തകർച്ചകളൊക്കെ, ലിവിങ് ടുഗദർ പോലുള്ള റിലേഷൻഷിപ്പ്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വീണു പോകുന്ന കാര്യം. ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് അത്ര തെളിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ആരംഭത്തിൽ. ഇപ്പോൾ പ്രൊഫഷണൽ വിസയിൽ വരുന്നതെങ്കിൽ അവർ മച്ചുവേർഡാണ് അല്ലേ? അതും തന്നെ ഞാൻ പറയുന്നത് മാരീഡ് ആയിരിക്കണം. ഞാൻ പറയാം, വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. വിവാഹം കഴിച്ച് അവിടെ വന്നിട്ട് കുട്ടികളുണ്ടായാൽ നോ പ്രോബ്ലം.
വിവാഹിതരാണെങ്കിലുള്ളൊരു മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത്, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഒരു സാക്രമെൻ്റൽ മാരേജ് അവർക്കുണ്ട്, ഒരു ഫാമിലി ബോണ്ട് അവർക്കുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ വരുന്നത് അല്ലേ, ഒരു മ്യൂച്വൽ സപ്പോർട്ട് അവർക്കുണ്ട്. ഈ ബാച്ചിലേഴ്സിന് അതില്ല. ഈ സ്റ്റുഡൻസ് ആണെങ്കിൽ അതിനേക്കാൾ ദയനീയമാണ് അവരുടെ അവസ്ഥ. പ്രത്യേകിച്ച് 17-18 വയസ്സുള്ള ഏത് ചതിക്കുഴികൾ അവർ പോയി പെടാം. ഇവിടെ പേരൻസിൻ്റെ ആ പ്രൊട്ടക്ഷനിൽ, ആ സ്നേഹ വലയത്തിനുള്ളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം പ്ലേറ്റ്, ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അമ്മ കഴുകി കൊടുക്കും. ചിലപ്പോൾ ഈ 15 കാരണം അമ്മ വാരി കൊടുക്കുമെന്ന് പോലും സംശയമുണ്ട്. അങ്ങനത്തെ കാലഘട്ടത്തിലിരിക്കുന്നു അല്ലേ. പക്ഷെ അവിടെ വരുമ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ഷനൊന്നും ഇല്ലല്ലോ. ഒരു വിശാലമായ ലോകത്തിലേക്ക് ഇവരിങ്ങനെ ഈയാമ്പാറ്റകൾ പോലെ വന്നെടുക്കുക. ചിലപ്പോൾ അവരുടെ ചിറകരിഞ്ഞ് തീ വീഴും. അതേ പറഞ്ഞു, പല ചതിക്കുകളുണ്ട്. ചില ഡ്രഗ്സ് റാക്കറ്റുകളിൽ പോയി പെടും, സെക്സ് റാക്കറ്റുകളിൽ പെടാം. ഇവർ വന്ന ഉദ്ദേശം തന്നെ മറന്നു പോകുന്ന കേസുകൾ ഒത്തിരി ഉണ്ട്. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ കണക്ടിവിറ്റി, ഇവിടുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്ന് അവിടെ ഇടവകയിൽ വന്നൊരുമ്പോൾ ഇടവകയിൽ ചേരുന്നു. അങ്ങനെ ഇടവകയായിട്ട് ബന്ധപ്പെട്ട് പോയാലുണ്ടല്ലോ, അവിടെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അവിടെ ഉണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. സഭ അതിനു വേണ്ടിയാണ് ഇന്ന് നിലകൊള്ളുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഇമിഗ്രേഷൻ ഇത്രയും ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഈ സഭാ സമൂഹങ്ങൾ അമേരിക്കയിൽ ആദ്യം തുടങ്ങി, ഓസ്ട്രേലിയയിലേക്ക് എത്തി, കാനഡയിൽ വന്നു, ഗ്രേറ്റ് ബ്രിട്ടൻ വന്നു, പിന്നെ യൂറോപ്പിൽ മൊത്തത്തിൽ നമ്മളുടെ റോം കേന്ദ്രമാക്കിക്കൊണ്ട് അപ്പോൾ വിസിറ്റേഷൻ. അപ്പോൾ ഇമിഗ്രേഷൻ ഇത്ര എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് സഭ വളർന്നു, എല്ലായിടത്തേക്ക് എത്തി, നിലവൊരുക്കപ്പെട്ടു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇതാ തുടങ്ങാൻ പോകുന്നു. കർത്താവ് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ അംഗസംഖ്യ കുറയുന്നു എന്നോർത്തുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഗോഡ് ഹാസ് എ പ്ലാൻ, എ സ്പെസിഫിക് പ്ലാൻ ഫോർ അവർ വെൽഫെയർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. പക്ഷേ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെയുള്ളവരും പ്രത്യേകിക്കുന്നവരും. പിതാവ്, ഈ 10-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ രൂപതയെ കർത്താവ് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വളരെയധികം വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 10-ാം വർഷത്തിലേക്കുള്ള ആ ഒരു കാര്യപരിപാടികൾ, പ്രത്യേകിച്ച് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു പരിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു തീം ക്രമീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയം തിരഞ്ഞെടുക്കാനുള്ള കാരണം? അത് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഞങ്ങൾ തീമിലേക്ക് വന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയാണ് നമ്മളുടെ സ്പിരിച്വാലിറ്റിയുടെ കേന്ദ്രം, സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് അവർ സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യൻ ലൈഫ്. പക്ഷെ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വിശുദ്ധ കുർബാനയുടെ വിശ്വാസമാണ് അല്ലേ. 2022 അമേരിക്കയിൽ പ്യൂ റിസർച്ച് സെൻറ്റർ ഒരു സർവേ നടത്തി. ആ സർവേയുടെ കണ്ടന്റ് ഇതായിരുന്നു: ഡു യു ബിലീവ് ഇൻ ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ദ ഹോളി യൂക്കറിസ്റ്റ്? വിശുദ്ധ കുർബാന ഈശോ സജീവമായിട്ട് സന്നിഹിതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതാരോടെ ചോദിച്ചേ? റെഗുലറായിട്ട് പള്ളിയിൽ പോകുന്നവരുടെ ചോദിച്ചത്, ചർച്ച് ഗോയിങ് പീപ്പിളുടെ ചോദിച്ചത്. 77% എഴുതി we don't actually believe. We think there is a symbolic presence, not a real presence. അപ്പോൾ ഇവർ തന്നെ, അല്ലെങ്കിൽ ഈ റിസർച്ച് നടത്തിയവർ ചോദിച്ചു, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ, വാട്ട് ഈസ് ദ റീസൺ? അവർ തുറന്നു പറഞ്ഞു, nobody did take any pain to teach us what is the real presence, what is the essence of Holy Eucharist. അപ്പോൾ അത് അമേരിക്കൻ സഭ, കാനഡ സഭയുമൊക്കെ അതിൻ്റെ റിയൽ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യൂക്രിസ്റ്റ് റിവൈവലിന് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി. അത് കൂടുതൽ അമേരിക്കയാണ് ഫോക്കസ് ചെലുത്തിയത്. കഴിഞ്ഞ 3 വർഷത്തെ അവരുടെ യൂക്രിസ്റ്റ് റിവൈവൽ കഴിഞ്ഞിട്ട് ഈ 2024 അവസാനത്തിൽ വീണ്ടും ഇതേ പ്യൂ റിസർച്ച് സെൻറ്ററിന് സർവേ നടത്തി. അന്ന് 16.7% പറഞ്ഞത് അത് 39% മാറിയെന്നാണ് റിസർച്ച് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. ചെയ്ത കാര്യങ്ങൾക്ക് ഫലമുണ്ടായി. നമ്മൾ പരിശ്രമിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത് ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുത്തു, റിട്രീറ്റ് കൊടുത്തു, യൂക്രിസ്റ്റ് പ്രൊസഷൻ നടത്തി, റാലി നടത്തി, അഡോറേഷൻ നടത്തി. അങ്ങനെ ഒരു മൊത്തത്തിൽ യൂക്രിസ്റ്റ് റിവൈവൽ, വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ഒരു ആത്മീയ മുന്നേറ്റം അവിടെ ഉണ്ടായി. അത് ജനങ്ങളിൽ ഒത്തിരിയേറെ വളർച്ചയുണ്ടാക്കി. അപ്പോൾ ഈ ചിതറൊക്കെ വെളിച്ചത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് 10 വർഷം. വലിയ രൂപതയെ സംബന്ധിച്ച് 10 വർഷം ഒന്നുമല്ല, എങ്കിൽ പോലും ഞങ്ങൾക്ക് വലുതാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ഒരു ആധ്യാത്മികത തന്നെ നമുക്ക് പടുത്തുയർത്തണം.
അത് കൊച്ചു കുഞ്ഞുങ്ങളും യുവജനങ്ങളും മുതിർന്നവർക്കെല്ലാം വേണം. അതുകൊണ്ട് ലെറ്റസ് ഫോക്കസ് ഓൺ യൂക്രിസ്റ്റ്. സോ ഇയർ ഓഫ് ഹോളി യൂക്രിസ്റ്റ് ഞങ്ങൾ പേര് കൊടുത്തു. ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ സെമിനാറുകളും ധ്യാനങ്ങളും മറ്റേ ട്രെയിനിങ് പ്രോഗ്രാംസ്, മറ്റ് ചില കോമ്പറ്റീഷൻസ്, ഇതിലൂടെയൊക്കെ ചില എക്സിബിഷൻസ്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഈ വിശുദ്ധ കുർബാന ആ ഭക്തി വളർത്താനും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അറിവ് ആഴപ്പെടാനും. മാർപ്പാപ്പ പറഞ്ഞില്ലേ, നോ ദ മിസ്റ്ററി, ബിലീവ് ദ മിസ്റ്ററി, സെലിബ്രേറ്റ് അല്ലേ. അപ്പോൾ ആദ്യം അറിഞ്ഞാലേ ഇതിനൊക്കെ നമ്മൾ തന്നെ സ്നേഹിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ജീവിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഫാമിലി യൂണിറ്റുകളിലൊക്കെ അതാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നതൊക്കെ. കാറ്റഗറിസിനൊക്കെ അതാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ യൂത്ത് സെമിനാറിനൊക്കെ അങ്ങനെ വരുന്നുണ്ട്. രൂപതയുടെ ഒരു ഇടയ ശുശ്രൂഷയിൽ ഇനിയും അനേകം വർഷങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്. അപ്പോൾ രൂപതയെക്കുറിച്ചുള്ള അങ്ങയുടെ സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അങ്ങ് ഒന്ന് പറയാമോ? മാർപ്പാപ്പ പങ്കുവച്ചൊരു സ്വപ്നമാണ് എനിക്കും ഷെയർ ചെയ്യാനുള്ള ഈ കോണ്ടെക്സ്റ്റിൽ. ബി പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരാകുക. നമുക്ക് നിരാശപ്പെടാൻ ഒത്തിരി കാരണമുണ്ട്. പക്ഷേ പൗലോസ്ലിയ ശക്തമായ ഭാഷ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5. ജനം ഒത്തിരി നിരാശയിലാണ്, നമുക്കറിയാം. കാരണങ്ങൾ പലതുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈയിടെയായിട്ട് പല സ്ഥലത്ത് കൂട്ടി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്. ഞാനൊരു യൂത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, വാട്ട് യു ഫ്രണ്ട്സ്, വാട്ട് ഈസ് ഫെയ്ത്ത്? അവരുടേതായ വിധത്തിൽ പല വ്യാഖ്യാനം പറഞ്ഞു. ചിലർ പറഞ്ഞു, നമുക്ക് നല്ല ജോലിക്ക് അത് സഹായിക്കും, ജോലി കിട്ടാൻ സഹായിക്കും, പണം ഉണ്ടാക്കാൻ നല്ലൊരു മാർഗ്ഗമായിരിക്കും വിശ്വസിച്ചാൽ, പിന്നെ ഒരു നല്ലൊരു ഫാമിലി ലൈഫിനെ വെച്ച് സഹായിക്കും. എല്ലാം പോസിറ്റീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് 100% തെറ്റ്. ഉത്തരങ്ങൾ ഒരു മാർക്ക് പോലും തരാൻ സാധിക്കില്ല. 100% തെറ്റ് ഉത്തരങ്ങൾ. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ഏതാനും പറ്റുക. അപ്പോൾ പുറയിൽ നിന്നൊരു പയ്യൻ, ഒരു നല്ല കൊച്ചുമിട്ടം കഴിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ബിഷപ്പ്, ഫെയ്ത്ത് gives us reason to live. Can you repeat it? ഞാൻ വീണ്ടും ചോദിച്ചു. Faith gives reason to live. ജീവിക്കാൻ കാരണം. വിശ്വാസം കണ്ടെത്താൻ പറ്റും. വിശ്വാസത്തിലേ ജീവിക്കാൻ കാരണം കണ്ടെത്താൻ പറ്റുള്ളൂ. ആ കാരണം കണ്ടെത്താൻ പറ്റാത്തതല്ല ഇന്ന് ഒത്തിരി ഈ ആത്മഹത്യകൾക്ക് കാരണം, ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ കഴിഞ്ഞ ദിവസം ദീപിക സപ്ലിമെൻ്റ് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച 1.5 ലക്ഷം ആൾക്കാരാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. 1.5 ലക്ഷം ആൾക്കാർ. ഇതെവിടെയെന്നറിയോ? ലോകം മുഴുവനല്ല, ഇന്ത്യയിൽ ഭൂരിപക്ഷം കേരളത്തിൽ, ഈ ദൈവത്തിൻ്റെ നാട്ടിൽ. അവിടെയാണ് ആ കൊച്ചുമിടുക്കൻ്റെ ഉത്തരത്തിൻ്റെ പ്രസക്തി. ജീവിക്കാൻ കാരണം തരുന്നതാണ് വിശ്വാസം. ഇനി മാർപ്പാപ്പയുടെ ആ തീമായിട്ട് കണക്ട് ചെയ്തേ, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. നിരാശപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രത്യാശിക്കാം മക്കളെ, പ്രത്യാശിക്കാം. വിശ്വാസത്തിലധിഷ്ഠിതമായ പ്രത്യാശ, അത് തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുക. അടുത്ത വർഷത്തെ സീറോ മലബാർ സഭയുടെ തീം അതായിട്ട് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. സമുദായ ശാക്തീകരണം, ആത്മായ ശാക്തീകരണം, സഭാ ശാക്തീകരണം, എംപവർമെൻറ്റ് ഓഫ് ദി പീപ്പിളാണ് പറയുന്നത് ചർച്ച്. അപ്പോൾ അത് കൊച്ചുകുട്ടികൾ വേണം, യുവജനങ്ങൾ വേണം, മുതിർന്ന എല്ലാവരും എംപവർ ചെയ്യണം. ഒന്ന്. രണ്ടാമത്തേത്, അവിടെ തന്നെ ലോക്കൽ ഒക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഞാൻ അത് സൂചിപ്പിച്ചായിരുന്നു. നമ്മളുടെ ഫെയ്ത്ത് ഫോർമേഷൻ വേണ്ട വിധത്തിൽ കൊടുത്ത് അവിടെ നിന്ന് തന്നെ ധാരാളം അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടാകാൻ പരിശ്രമിക്കുക. തീർന്നില്ല, അവിടെ നിന്ന് നല്ല ലീഡേഴ്സ് വേണം, ട്രൂ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഫ്രം അവർ കമ്മ്യൂണിറ്റി. നമ്മൾ വോട്ട് ചെയ്യാൻ പ്രാപ്തരായി പോരാ. കാരണം കനേഡിയൻ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം പോരാ, നീ വോട്ട് ചോദിക്കണം. ലീഡറാവണം. എന്നിട്ട് ഇവിടുത്തെ പോളിസികൾ നിശ്ചയിക്കണം. ഞാൻ ആദ്യം കുറച്ച് പോളിസികൾ സൂചിപ്പിച്ച അതുപോലത്തെ അല്ല, മോറൽ പ്രിൻസിപ്പിളുള്ള, ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടുള്ള നല്ല ലീഡേഴ്സ് നമുക്ക് വേണം. സഭയെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന, സഭയെ സ്നേഹിക്കുന്ന, സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന നല്ല ലീഡേഴ്സ് നമുക്ക് വേണം.
അപ്പോൾ എംപവർമെൻറ്റ് ഓഫ് ദി പീപ്പിൾ, ഒക്കേഷൻ പ്രൊമോഷൻ, ദെൻ ഗുഡ് ലീഡേഴ്സ്, ഫോർമേഷൻ ഓഫ് ലീഡേഴ്സ് വേണം. ഇങ്ങനെ 2-3 വേണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും പിതാവിൻ്റെ ആ ഒരു സ്വപ്നത്തെ ദൈവം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് പിതാവെ, ഷെക്കീന മിനിസ്ട്രി, ഷെക്കീന ന്യൂസിനെ, ഷെക്കീനയുടെ മാധ്യമ ശുശ്രൂഷയെ വളരെയധികം പിന്തുണയ്ക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഇടയനാണ് അങ്ങ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളികൾ സഭയും സമുദായവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഷെക്കീനയുടെ ആ ഒരു പ്രസക്തിയെ പറ്റി പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം. ഷെക്കീന ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ആദ്യം നമ്മുടെ ചാപ്പലിൽ കൂടിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, വാട്ട് ഈസ് നോട്ട് ഇൻ മീഡിയ ഡസൻറ്റ് എക്സിസ്റ്റ്. ഇത് കാരണം മീഡിയയാണ് ജനത്തെ സ്വാധീനിക്കുന്നത്. തുടർച്ചയായിട്ട് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ജനം വിശ്വസിക്കുക. പലപ്പോഴും തെറ്റാണ്, നുണയാണ് മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെൻസിറ്റീവ് ന്യൂസ് ഉണ്ടാക്കാൻ, കളേർഡ് ന്യൂസ് ഉണ്ടാക്കാൻ, അത് റേറ്റിംഗ് കൂട്ടാൻ സകല ധാർമ്മിക നിയമങ്ങളും ബലികേഷണം, സകല സത്യത്തിൻ്റെ ലംഘനമില്ലാത്ത വിധത്തിൽ ന്യൂസ് പ്രചരിപ്പിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ആത്മഹത്യ നടന്നാൽ പ്രചരിപ്പിക്കും, അല്ലേ? എന്തെങ്കിലും നല്ല കാര്യം നടന്നാൽ ഈ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പല കുറവുകളും അവിടെ പറഞ്ഞു. ഇപ്പോൾ ഒത്തിരി അവിടെ കാണുന്ന ഒരു മീഡിയയിൽ വരുത്തിയതാണ്, ഒത്തിരി പോസിറ്റീവ് അവിടുത്തെ ന്യൂസ്, വളരെ ക്രിയേറ്റീവ് എന്ന് പറയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ പലപ്പോഴും ഈ നെഗറ്റീവ്സ് ഒരു പരിധിയിൽ കൂടുതൽ നെഗറ്റീവ്സിന് ഊന്നൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ വളരെ ലേറ്റായിട്ട് എഴുന്നേക്കുന്നുള്ളൂ, അവൻ രാവിലെ 9-10 മണി കിടന്ന് ഉറങ്ങും. അവനെ വേണമെങ്കിൽ പറയാം, ഓ ഇവൻ ഈ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുകയാണല്ലേ ഇപ്പോഴും, എങ്കിൽ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എൻ്റെ അമ്മ വിളിച്ച് പറയാം, അവനെ നീ 10 മണിക്കെങ്കിലും എഴുന്നേറ്റല്ലോ, ഇപ്പോഴെങ്കിലും എഴുന്നേറ്റല്ലോ, സന്തോഷം. അതാ ചിന്തിക്കുക. എന്നാലും അമ്മ എന്നെ വഴക്ക് പറയാം അല്ലല്ലോ ചെയ്യുന്നത്, അതിലൊരു നന്മ കാണും. ഇവനൊക്കെ ലേറ്റായി കിടക്കുന്നൊരു അപ്പുറത്തുണ്ട്. അപ്പം എൻ്റെ പോലെ ഇത്രയും നേരത്തെ എഴുന്നേറ്റില്ല. അപ്പം അങ്ങനെ പോസിറ്റീവ്. അതുപോലെ സഭയിലാണെങ്കിലും സഭ എത്രമാത്രം നന്മ ചെയ്യുന്നു, ആ നന്മയെ ഒന്ന് അംഗീകരിക്കുകയോ അതൊന്ന് പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയോ അതിലൊരു ഇവാഞ്ചലൈസേഷൻ മൂല്യം ഒന്ന് കണ്ടെത്തി പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ യേശു മഹത്വപ്പെടുകയല്ലേ, സഭ വളരുകയല്ലേ, സമൂഹം വളരുകയല്ലേ. അതാണ് ഇന്ന് ഷെക്കീന TV ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചാനൽ വളരട്ടെ, ഇനിയും ഒത്തിരി ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നോർത്ത് അമേരിക്കൻ ഷെക്കീന TVക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു പിതാവേ. പിതാവിൻ്റെ വിലയേറിയ സമയം ഷെക്കീന ന്യൂസുമായി പങ്കുവച്ചതിന് മിസിസാഗ രൂപതയെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവ് പിതാവിന് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.